നിലമ്പൂരിൽ മലയോര കർഷകൻ സ്ഥാനാർത്ഥിയാകണമെന്ന പൊതു തീരുമാനത്തിന്റെ പുറത്താണ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്ന് എൻ.ഡി.എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി. സ്ഥാനാർത്ഥിയെ ബി.ഡി.ജെ.എസ് സ്വാഗതം ചെയ്തു. ബി.ഡി.ജെ.എസ് സംസ്ഥാന കൗൺസിൽ കോട്ടയത്ത് ചേർന്നു. എൻ.ഡി.എക്ക് മികച്ച അടിത്തറയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന പ്രചാരണം മാധ്യമ സൃഷ്ടി മാത്രമാണ്. എല്ലാവരുമായും ചർച്ച ചെയ്തതിനു ശേഷമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. മലയോര കർഷകൻ സ്ഥാനാർത്ഥിയാകണമെന്ന തീരുമാനമാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ചത്. ക്രിസ്ത്യൻ വോട്ടുകൾ മാത്രമല്ല, എല്ലാ സമുദായങ്ങളുടെയും വോട്ടുകൾ എൻ.ഡി.എ സ്ഥാനാർത്ഥിക്ക് കിട്ടും. കുപ്രചാരണങ്ങൾക്ക് എൻ.ഡി.എ കൺവീനറും ബി.ഡി.ജെ.എസ് നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളിയുടെ മറുപടി ഇങ്ങനെയാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ആയിട്ട് 17,000 വോട്ട് കിട്ടിയതാണ് ബി.ജെ.പിക്ക്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആളില്ല എന്ന് പറഞ്ഞത് അർത്ഥമൊന്നുമില്ല. കാരണം അവിടെ ഉള്ള ഒരു മലയോര കർഷകന്റെ പ്രതിനിധിയായിട്ട് വെക്കണം എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്ഥാനം വെക്കണമെന്നുള്ള ഇഷ്ടംപോലെ ബി.ജെ.പിയുടെയും ബി.ഡി.ജെ.എസിന്റെ സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. അത് വേണ്ട പൊതുവായി ഞങ്ങൾ ആലോചിച്ച ശേഷം ഒരു മലയോര കർഷകനായിട്ടുള്ള ഒരാളെ തന്നെ ലോക്കലായിട്ട് വെക്കണം എന്നുള്ള തീരുമാന അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ നേര് വരികയും അത് അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായത്. കാര്യം എല്ലാ സമുദായത്തിൻ്റെ വോട്ടും ബി.ജെ.പി, ബി.ജെ.പിക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സമുദായത്തിലുള്ള ആളുകൾക്കും അത് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടെന്ന പ്രചാരണങ്ങളെ തുഷാർ വെള്ളാപ്പള്ളി തള്ളി. ബി.ജെ.പിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതുമില്ല. ബി.ഡി.ജെ.എസ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ബി.ഡി.എസ് സംസ്ഥാന കൗൺസിൽ ഇന്ന് കോട്ടയത്ത് ചേർന്നു. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും പങ്കെടുക്കുന്ന പ്രത്യേക യോഗവും നടന്നു. ജനം, കോട്ടയം.